ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ മാസം ആരംഭിച്ചിട്ട് പ്രൈസ് ഒരു ബിയറിഷിലാണ് നിൽക്കുന്നത് അല്ലേ. കഴിഞ്ഞ ആഴ്ച നല്ല ബുള്ളിഷിലേക്കൊക്കെ വരുമെന്ന് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ മൺഡേ ഓപ്പൺ ചെയ്തപ്പോൾ ഏകദേശം $90 മുകളിലാണ് ഓപ്പൺ ചെയ്തത്. പക്ഷേ പ്രൈസ് ആ ഒരു റേഞ്ചിൽ നിന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം, ഒന്നെങ്കിൽ പ്രൈസ് നല്ല രീതിയിൽ കയറിപ്പോകും, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു റേഞ്ചിലേക്കും വരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഇത്രയും വാറും കാര്യങ്ങളും ഇഷ്യൂസ് വരുമ്പോൾ പ്രൈസ് നല്ലോണം കയറിപ്പോകാൻ തന്നെയാണ് സാധ്യത. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡേ ക്ലോസ് ചെയ്തു, മൺഡേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പ്രൈസ് നല്ലൊരു ബുള്ളിഷ് ഗ്യാപ്പിലാണ് പ്രൈസ് ഓപ്പൺ ചെയ്തത്. ഏകദേശം നമ്മൾ ഡേയിൽ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, നമുക്ക് ഒരു $90 മുകളിൽ പ്രൈസ് ഓപ്പൺ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് പ്രൈസ് നല്ല രീതിയിൽ പോകും, നല്ല ബുള്ളിഷിലേക്ക് പോകും. തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ നല്ലൊരു ബൈയൊക്കെ നമ്മൾ എടുത്തായിരുന്നു. പക്ഷേ വീണ്ടും പ്രൈസ് താഴേക്ക് വന്നു. വേറെ ഒന്നുമല്ല, നമുക്ക് ഓൾറെഡി നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡിലേക്ക് വന്നില്ല. വേറെ പലതിലേക്കും ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത് തന്നെയാണ് ഇതിലേക്ക് പ്രൈസ് താഴേക്ക് വരാനുള്ള റീസൺ തന്നെ. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ നല്ല പ്രീമിയത്തിലാണ് നിൽക്കുന്നത്, അത്രയും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിന് പോസിറ്റീവായിട്ടുള്ള, ഇതിലും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ ആളുകൾ അതിലേക്ക് പോകും. അപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരാഞ്ഞത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച പോലെ തന്നെ ഒരു റേഞ്ചിലേക്ക് പോകാമെന്ന്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ മൺഡേലത്തത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ട് മുമ്പത്തെ ആഴ്ച ഒരു ബുള്ളിഷ് ആണെങ്കിൽ ഇവിടെ ഓൾറെഡി നല്ലൊരു ബുള്ളിഷ് ക്യാപ്പിൽ വന്നു. അതിന് ശേഷം ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബിയറിഷ് ക്യാൻഡിൽ, എന്നാലും മൺഡേ ഒരു ബുള്ളിഷിൽ തന്നെയാണ് പ്രൈസ് ക്ലോസ് ചെയ്തേക്കണമെന്ന് നമുക്ക് പറയാം. സെക്കൻഡ് ട്യൂസ്ഡേയിലത്തെ ക്യാൻഡിൽ പോലെ തന്നെ ബിയറിഷിലേക്ക് വരാം എന്ന് ഞാൻ പറഞ്ഞു. അതിനുള്ളിൽ തന്നെ ഇൻസൈഡ് ക്യാൻഡിൽസാണ് പിന്നീട് ഉണ്ടായത്. നമ്മൾ ഓൾറെഡി എടുത്തെടുത്ത് പറഞ്ഞ കാര്യങ്ങൾ അതേ സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ നമുക്ക് ഒരു ബൈ എടുത്തിട്ട് ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ, ഒരു സെല്ലെടുത്തിട്ട് ലോങ് ടൈം ഹോൾഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. ചെറിയ ചെറിയ ട്രേഡുകളാണ് ഉണ്ടായിരുന്നത്. എന്നാലും ആ ട്രേഡ്സുകളെല്ലാം നല്ല ട്രേഡുകളായിരുന്നു. നമുക്ക് വീക്കിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആ ഒരു ബുള്ളിഷ് ക്യാപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ബിയറിഷിലാണ് നിൽക്കുന്നത്. എന്നാലും ഇപ്പോഴും പ്രൈസ് എന്താണ്, ബുള്ളിഷിൽ തന്നെയാണ്. നമുക്ക് ഡേയിലേക്ക് വന്ന് ഒന്നും കൂടി വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഡേയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളിഷിലേക്ക് തന്നെ പ്രൈസ് മൂവ് ചെയ്യുക. നിങ്ങൾ ബൈയിലെടുക്കുന്ന എല്ലാ സാധ്യതകളും നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പക്ഷേ പ്രീവിയസ് ഹൈയും തൊട്ടടുത്തുള്ള ടാർഗറ്റുകളൊക്കെ വെച്ചിട്ട് ഹോൾഡ് ചെയ്യണം. ഒരുപാട് ലോങ് ടൈം ഹോൾഡ് ചെയ്യാതിരിക്കുന്നതുമാണ് നല്ലത്. പിന്നെ 4 hourൽ നമുക്ക് നല്ലൊരു പാറ്റേൺ നമുക്ക് ഉണ്ടായിരുന്നു. 4 hourൻ്റെ ഇൻറ്റേണലിൽ നിന്നാണ് നമുക്ക് നല്ലൊരു ട്രേഡ് ഉണ്ടായത്. മൺഡേ പ്രൈസ് താഴേക്ക് വീണ സമയത്ത് ഒരു ഇൻറ്റേണൽ ഐഡിയം എടുത്തതിന് ശേഷം പ്രൈസ് ഇൻറ്റേണൽ OBയിലേക്ക് നമുക്ക് വന്നായിരുന്നു. ഈ OB ഞാൻ വരച്ചിട്ടപ്പോൾ ഇവിടെ നമുക്കൊരു വിക്ക് OB ഉണ്ടായിരുന്നു, ഇവിടെ ഒരു FEG OB ഉണ്ടായിരുന്നു. അപ്പോൾ OBയിലേക്ക് പ്രൈസ് വന്നു. ഇത് നല്ല രീതിയിൽ എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്ത് പ്രൈസ് നല്ല റിയാക്ഷൻ തന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെയെങ്കിലും പോകുമെന്നാണ് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ അടുത്ത് വരെ വന്നിട്ടാണ് പ്രൈസ് പോയത്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് വന്നില്ല. പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രൈസ് അതിന് ശേഷം നല്ല രീതിയിൽ ബിയറിഷിലേക്ക് പോകുന്നുണ്ട്, തിരിച്ചും കയറുന്നുണ്ട്. പ്രൈസ് ഒരു ഹൈയോ ലോയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. നമുക്ക് അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഒരു 1 hourൻ്റെയൊക്കെ ഇൻറ്റേണൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോയ്ക്ക് ഒരു ഐഡിയം ഇല്ല. പിന്നെ നമ്മൾ ഇൻറ്റേണൽ നമ്മൾ നോക്കണം. അപ്പോൾ ഈ ഹൈക്ക് ഒരു ഇൻറ്റേണൽ ഐഡിയം ഇതായിരുന്നു, പക്ഷേ അതെടുത്തില്ല. ഈ ഹൈക്ക് ഇവിടെ ഒരു ഇൻറ്റേണൽ ഐഡിയം ഉണ്ടായിരുന്നു. ഇതെടുത്തിട്ട് പ്രൈസ് റിയാക്ട് ചെയ്തു, പക്ഷേ ഈ ഹൈ ബ്രേക്ക് ചെയ്തില്ല. കണ്ടോ, ഈ ഹൈ ബ്രേക്ക് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോ ശരിക്കും ബ്രേക്കാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഹൈ എടുക്കാനുള്ള സാധ്യത കുറയും. അപ്പോൾ നമ്മൾ ഈ ലോ എടുത്തിട്ട് ടാർഗറ്റ് നമ്മൾ ഈ ഹൈ കൊണ്ട് മെയിൻ ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടില്ല. അപ്പോൾ തൊട്ടടുത്ത ഒരു 50 മിനിറ്റിലൊക്കെ നോക്കി ആയിക്കോല ആ ട്രേഡ് എടുത്തേക്കണം, അതൊക്കെ തന്നെ വെക്കുന്നതാണ് നല്ലത്. നമുക്ക് ഈ ലോയ്ക്ക് ഇവിടെ ഒരു ഇൻറ്റേണൽ ഐഡിയം ഇല്ല. പിന്നെ നമുക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും പ്രൈസ് ഈ ഒരു ലോ എടുത്തിട്ടുണ്ട്. ഈ ലോ എടുത്ത് പ്രൈസ് കുറച്ചും കൂടി താഴേക്ക് വന്ന് കയറിപ്പോയി. വീണ്ടും നമുക്ക് നോക്കണമെങ്കിൽ ഈ ഹൈക്ക് നമുക്ക് ഇത് ഐഡിയമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പാറ്റേൺ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ മാത്രമേ 1 hourൻ്റെ ഉള്ളൂ. ബാക്കി നമ്മൾ 50 മിനിറ്റ് നോക്കുന്നത് തന്നെയാണ് നല്ലത്. 50 മിനിറ്റിൻ്റെ ഇൻറ്റേണൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ട്രേഡുകളൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. 50 മിനിറ്റിൻ്റെ ഇൻറ്റേണലിലൊക്കെ ഓരോ 50 മിനിറ്റിലെ ഒരു ഐഡിയം എടുത്ത് ലോ എടുക്കുമ്പോഴും പ്രൈസ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആ 4 hourൻ്റെ ഇൻറ്റേണൽ OBന്ന് പ്രൈസ് റിയാക്ട് ചെയ്ത് പോയി നമുക്ക് 50 മിനിറ്റിൻ്റെ ഐഡിയം എടുത്തു. അതിന് ശേഷം 50 മിനിറ്റിൻ്റെ OBയിൽ വന്നു. ഈ OBയിൽ വന്ന് അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് റിയാക്ഷൻ കിട്ടിയേക്കണം. ആ റിയാക്ഷൻ പ്രൈസ് പോയി. പക്ഷേ നമ്മളിവിടെ നിന്നൊരു ട്രേഡ് എടുത്തിട്ട് ഒരു ലോ ടാർഗറ്റ് ചെയ്തു. അതിനുശേഷം പ്രൈസ് വന്ന് ബ്രേക്ക് ഇവൻ അടിച്ചിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ ഇത് ബ്രേക്ക് ഇവൻ അടിച്ച് ഇത് വന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞതാണ്, ഓൾറെഡി ഈ ഡേയുടെ ഹൈ എടുക്കാനുള്ള സാധ്യത കുറവാണ്. ഈ ഡേയുടെ ഹൈ എടുക്കാനുള്ള സാധ്യത കുറവാണെന്ന് ഞാൻ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞത് വേറെയൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ചത്തെ ഡേറ്റകൾ നോക്കിയിട്ടാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ഡേറ്റ നോക്കണമെങ്കിൽ കഴിഞ്ഞ
വെനസ്ഡേ വന്നിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ഹൈ എന്ത് ചെയ്തിട്ടില്ല, ട്യൂസ്ഡേ എടുത്തിട്ടില്ല. അപ്പോൾ അത് തന്നെ ഇവിടെയും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടം വരെ പ്രൈസ് വന്നപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ ഹൈ എടുക്കുന്നു, പക്ഷേ ഈ ഹൈ എടുത്തില്ല. സെയിം ക്യാൻഡിൽ തന്നെയാണ് ഇവിടെ വന്നേച്ചാൽ ആ ഹൈ എടുക്കാനുള്ള സാധ്യത കുറവാണ്. എല്ലാവരും ആ ഹൈ എടുത്തിട്ട് സെല്ലെടുക്കാനായിരിക്കും നിന്ന്. മോർണിംഗ് തന്നെ ഞാൻ ഇട്ടു, അവിടെ നിന്ന് പ്രൈസ് ഇറങ്ങാനുള്ള സാധ്യത കൂടുതൽ. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നൊരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഈ ലോയൊക്കെ എടുത്തിട്ടൊരു ബൈ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ആ ലോ എടുത്തിട്ട് പ്രൈസ് പോയി. പക്ഷേ പ്രീവിയസ് ഡേയുടെ ലോ വരെയൊക്കെ പ്രൈസ് പോയി തിരിച്ച് അതേപോലെ തന്നെ വന്നു. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ഈ ലോ എടുത്ത് കഴിയുമ്പോൾ എൻട്രി എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഹൈ എടുത്തില്ല, പ്രൈസ് അത് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരുന്ന് താഴേക്ക് ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഇതൊരു നല്ലൊരു എൻട്രി ആയിരുന്നു. അതിനുശേഷം പിന്നെ ഈ ഒരു ലോയിൽ നിന്നാണ് പോയത്. ഈ ലോയിൽ നിന്നൊക്കെ നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടി, നമ്മളിങ്ങനെ നിൽക്കും, ടാർഗറ്റിലേക്ക് പോകുന്നില്ല, ഇച്ചിരി മുഷിച്ചിലാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ന്യൂയോർക്ക് മാർക്കറ്റൊക്കെ വരുമ്പോഴേ പ്രൈസ് വളരെ ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെർട്ടൻ ടൈമിൽ, കാരണം ഇവിടെ നോക്കിയ ഒരു 15 മിനിറ്റത്തെ ക്യാൻഡിലിന് ശേഷം പിന്നീട് ഉണ്ടായ ക്യാൻഡിലെല്ലാം അതേ റേഞ്ചിൽ തന്നെ നിൽക്കുന്നത് കണ്ടോ. അതിനുശേഷം വീണ്ടും 15 മിനിറ്റത്തെ ക്യാൻഡിൽ ഇവിടെ കൊണ്ട് എത്തിച്ചു. അതിനുശേഷം പ്രൈസ് വളരെ നിരങ്ങിയ താഴേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്രൈഡേ ഒരു ഗുഡ് ട്രേഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ബൈ പ്രൈസ് തിരിച്ചു പോകുന്ന ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കുമ്പോൾ അത് റിയാക്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഈ ലോ എടുത്തിട്ട് പോകാനുള്ള സാധ്യത. പക്ഷേ ഈ ലോ എടുത്തിട്ട് നമുക്കിവിടെ നല്ലൊരു സിംഗിൾ ക്യാൻഡിലൊക്കെ തന്നു. പക്ഷേ നമ്മളൊരു ബൈ എടുക്കണമെന്നുണ്ടെങ്കിലും ഒരു റിസ്ക് ഉണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ NFPയുടെ ന്യൂസാണ്. ഈ ട്രേഡ് ഞാൻ എടുത്തിട്ട് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഏകദേശം ഈ ലോയിലൊക്കെ വരെ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏകദേശം ഇത്രയൊക്കെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് നിൽക്കുന്ന ടൈമിലാണ്. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ പ്രൈസ് കയറിപ്പോകാനുള്ള സാധ്യതയാണ് എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം. പക്ഷേ കയറി പോകുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് പ്രൈസ് വന്ന് ഈ ലോ എടുത്തിട്ട് കയറിപ്പോവാം. ഈ ലോ എടുത്തിട്ട് കയറിപ്പോൾ അല്ലെങ്കിൽ പ്രൈസ് കുറച്ച് കയറി ഇങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ഈ ലോ എടുത്തിട്ടും കയറിപ്പോൾ. അപ്പോൾ നമ്മുടെ മെയിൻ ടാർഗറ്റുകളൊന്നും ഹിറ്റ് ചെയ്യാതെ വരും. അങ്ങനെ അത് നമുക്ക് റിസ്ക് ആണ്. എന്നാലും നമുക്ക് ഒരു ചെറിയ റിസ്ക് ഇട്ട് നമ്മളൊരു വലിയൊരു അക്കൗണ്ടിൽ ഒരു ട്രേഡ് എടുത്തതാണ് നമുക്ക് ആ ഒരു പ്രോഫിറ്റ് കിട്ടിയത്. ഇവിടെയാണ് നമുക്കുള്ള ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ലോ എടുത്ത് നമ്മൾ ഈ ട്രേഡ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ടാർഗറ്റുകൾ ഇന്ത്യൻ ഐഡിയും എടുത്തു, ഇവിടെ ഒരു ഉണ്ടായിരുന്നു, ഈ ഹൈ ഒക്കെ എടുത്തു, ഇതൊക്കെ നമുക്ക് സെക്ഷൻ്റെ ഹൈ ഒക്കെ ആയിരുന്നു. അതെടുത്തിട്ട് ഉറപ്പായിരുന്നു ഇവിടെ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്യുന്നത്. ഈ റിയാക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ഈ ലോയും എടുത്തിട്ട് പ്രൈസ് പോകുമെന്നാണ് വിചാരിച്ചു. പക്ഷേ പ്രൈസ് ഇവിടെ നിന്ന് തിരിച്ച് കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം ആ ഒരു സിംഗിൾ ക്യാൻഡിൽ എന്നൊക്കെ തന്നെ അല്ലെങ്കിൽ ഇവിടെ ഉള്ളൊരു കൺഫർമേഷൻ എന്നൊക്കെ തന്നെയാണ് പ്രൈസ് തിരിച്ച് കയറിപ്പോയി. പലപ്പോഴും ഇവിടെ നിന്ന് കിട്ടുന്ന കൺഫർമേഷനിൽ പ്രൈസ് ഇറങ്ങാനായിട്ടൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പക്ഷേ പ്രൈസ് തിരിച്ച് വീണ്ടും കയറി, വീണ്ടും ഇവിടെ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും സംഭവിച്ചു. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം ലിക്വിഡിറ്റി എടുത്ത് തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഒരു ബോഡി ബ്രേക്ക്, ഈ ഒരു ബോഡി ബ്രേക്ക് നടന്നതാണ്. ഈ ലോ സ്ട്രോങ് ആയതുകൊണ്ടാണ് പ്രൈസ് ഇങ്ങോട്ട് തിരിച്ച് വരാഞ്ഞത്. പ്രൈസ് അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഏകദേശം അതിൻ്റെ കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ മെയിൻ ലോയൊക്കെ ഏകദേശം ഇത് തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് മൺഡേയും പ്രൈസ് ഒരു ബുള്ളിഷ് ക്യാപ്പിലാണ് ഓപ്പൺ ചെയ്യണമെങ്കിലും ഈ ആഴ്ച സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കാം. എന്നിട്ട് പ്രൈസ് തിരിച്ചൊന്ന് വരാം. നമ്മളൊരു ബുള്ളിഷിലാണെന്ന് തെറ്റിദ്ധരിച്ച് വീണ്ടും പ്രൈസ് താഴേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ ഒരു റേഞ്ചിലേക്ക് നിൽക്കാം. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ എൻട്രികൾ നിങ്ങൾ എടുക്കണം. നിങ്ങൾക്കിപ്പോൾ മോർണിംഗോ, ഞാനിപ്പോൾ നോക്കുന്നതെന്ന് വെച്ചാൽ മോർണിംഗ് നോക്കി നല്ല ട്രേഡുകൾ എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന പൊസിഷൻ ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ സമയത്ത് നിൽക്കുന്ന പൊസിഷൻ നമ്മൾ ഇവിടെ ആയിരിക്കും ബൈ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഇത് ബൈ എടുക്കുമ്പോൾ അവർക്കറിയാം പ്രൈസ് ഇവിടെ അങ്ങോട്ട് വരുന്ന ട്രേഡുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നിങ്ങൾ ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1-2 എൻട്രികൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. 2 എൻട്രികൾ അല്ലെങ്കിൽ ഒരു എൻട്രികൾ നിങ്ങൾ ആ സമയത്ത് മോർണിംഗ് ഐഡൻറ്റിഫൈ ചെയ്യും. അത് മാർക്ക് ചെയ്തിടുക. അങ്ങോട്ട് വരുന്ന ട്രേഡുകൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങോട്ട് വരുന്നതിൽ ഒരു ട്രാപ്പൊന്നും ഇല്ല, അതിൽ നല്ലൊരു കൺഫർമേഷൻ കിട്ടുമെങ്കിൽ എടുക്കുക. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ട്രാപ്പുകളൊന്നും സെല്ലിലേക്കൊന്നും കിട്ടുന്നില്ല. ചെറിയ ട്രാപ്പുകളൊക്കെയാണ് കിട്ടുന്നത്. ചെറിയ ഇപ്പോൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നുള്ളത്. ബൈ കിട്ടുന്നതിനേക്കാളും ചെറിയ റിസ്ക്കാണ് സെല്ലിലേക്കും കിട്ടുന്നത്. അപ്പോൾ ആ ട്രേഡുകളൊക്കെ ചെറിയ റിസ്ക് ഇട്ടൊക്കെ എടുക്കാനായിട്ട് നോക്കുക. മെയിനായിട്ട് ബൈയിലേക്ക് മാത്രം നോക്കുക. ഇനിയും പ്രൈസ് കണ്ടിന്യൂസ് ആയിട്ട് കയറിപ്പോകാൻ നമുക്ക് നോക്കണം. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്ത് പ്രൈസ് ഈ ഹൈ എടുത്ത് പോവുകയാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ്. എന്തുകൊണ്ടെന്നാലും നമ്മളുടെ ഈ ഒരു OBയുടെ റിയാക്ഷൻ ഇവിടം വരെ പോകേണ്ടതാണ്. അതേപോലെ ഈ ഒരു ഓർഡർ ഫ്ലോയുടെ റിയാക്ഷൻ ആണെങ്കിലും ഈ ഹൈ വരെ പോകേണ്ടതാണ്. അത് രണ്ടും ഇപ്പോഴും ആക്റ്റീവാണ്. അപ്പോൾ ടെക്നിക്കൽ പരമായിട്ട് പ്രൈസ് നല്ല ബുള്ളിഷിൽ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ.
പക്ഷേ ഈ ഒരു ഹൈ എടുക്കാനുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വരുന്നില്ല. ഇത്രയും നല്ല ഫണ്ടമെൻ്റലൊക്കെ വന്നിട്ട് ന്യൂസും വന്നിട്ടും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നില്ല എങ്കിൽ എന്ത് ചെയ്യുമെന്ന് പല ആൾക്കാരും ചിന്തിക്കുക. വന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഡിസ്കൗണ്ടിലേക്ക് വരും. ഡിസ്കൗണ്ടിലേക്ക് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഷോപ്പിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ഒരു സാധനം നമ്മൾ വിൽക്കാൻ കൊണ്ടുവന്നിട്ട് ആളുകൾക്ക് വേണ്ട. അപ്പോൾ ഡിമാൻഡില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു ഡിസ്കൗണ്ട് ഇടുമ്പോൾ എന്ത് പറ്റും? ഡിമാൻഡ് വരും. ഓൾറെഡി ഇത് തന്നെയാണ് ഇതിലൊക്കെ നടക്കുന്നത്. ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിസ്കൗണ്ടിലേക്ക് കൊണ്ടുവരും. ഡിസ്കൗണ്ടിലേക്ക് എപ്പോഴൊക്കെ വരുന്നുണ്ടോ അപ്പോഴൊക്കെ നല്ല രീതിയിൽ പമ്പാകുന്നില്ലേ വോളിയം. അപ്പോൾ അത് തന്നെ വീണ്ടും ആവർത്തിക്കുക. അപ്പോൾ ഇത് എവിടെ നിന്ന് വരും എന്നുള്ളതൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ചിലതൊക്കെ നമുക്ക് ഇച്ചിരിയും കൂടി നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഡിസ്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്നത് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് സ്റ്റഡി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെവിടെ നിന്ന് ഇടാനുള്ള സാധ്യത കൂടുതലാണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ട്രേഡുകളൊക്കെ എടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, പ്രൈസ് ഈ ഒരു പൊസിഷൻ കീപ്പ് ചെയ്തിട്ട് വീണ്ടും പമ്പാകുന്നില്ലെങ്കിൽ ആ ഒരു പൊസിഷൻ എന്നൊക്കെ തന്നെ പ്രൈസ് വരാം. അങ്ങനെയൊക്കെ വരണമെങ്കിൽ ഈ ലോയൊക്കെ ലിക്വിഡേറ്റ് ചെയ്തിട്ട് വീണ്ടും കയറാം. അല്ല ഈ ലോയിലേക്കൊക്കെ വരുമ്പോഴും പ്രൈസ് താഴേക്ക് പോകാനൊക്കെ ആണെങ്കിൽ ആ ഒരുക്കെ ലോയൊക്കെ ബോഡി ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇറങ്ങാം. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് നമ്മുടെ ഗോൾഡിൽ പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീക്കും പരമാവധി ബുള്ളിഷിലേക്കുള്ള ട്രേഡുകൾ കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കുക. ബിയർഷിലേക്കുള്ള ട്രേഡുകൾ അത്രയും നല്ലൊരു ഗുഡ് സെറ്റപ്പിലേക്ക് കിട്ടണമെങ്കിൽ മാത്രം നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ റിസ്ക്കുകളാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് നോക്കുമ്പോൾ നിങ്ങൾ കിട്ടുന്ന ട്രേഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ സെല്ലിലേക്ക് കിട്ടുന്ന ചെറിയ റിസ്ക്കുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ എടുക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ നമ്മൾ ഓൾറെഡി മോർണിംഗ് 1-2 ട്രേഡുകൾ ഐഡൻറ്റിഫൈ ചെയ്തു ഈ രീതിയിൽ നമ്മുടെ അനാലിസിസ് പ്രകാരം ട്രേഡ് ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു സെറ്റപ്പിൽ ട്രേഡ് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ചാർട്ടിലേക്ക് വീണ്ടും വരും. ചാർട്ടിലേക്ക് നോക്കി നമ്മുടെ മൈൻഡ് ട്രേഡ് ചെയ്യണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർട്ടിൽ നോക്കി ഇല്ലാത്ത ട്രേഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല ലോസ് ഉണ്ടാവും. അങ്ങനെ ഒരിക്കലും വരാതെ നല്ല ട്രേഡുകളിൽ മാത്രം എടുക്കാനാണ് പറയുന്നത്. അല്ലാതെ വെറുതെ അനാവശ്യമായിട്ട് സെല്ലിലേക്ക് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് സെല്ലിലേക്ക് വെറുതെ ഒരു ട്രേഡ് ഉണ്ടാക്കി സെല്ല് ചെയ്യാൻ നോക്കരുത്, നഷ്ടമുണ്ടാവും. അപ്പോൾ നമുക്ക് മന്തിലേക്ക് വരികയാണ്. നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ടെങ്കിൽ വലിയ ബുള്ളിഷൊന്നും അല്ല, ഒരു ഡോജ് ക്യാൻഡിലായിട്ട് തന്നെ ഇരിക്കുന്നത്. ബുള്ളിഷെന്നും ബിയറിഷെന്നും പറയാൻ പറ്റില്ല. ഈ വീക്കും അങ്ങനെ തന്നെ നല്ലൊരു ബിയറിഷ് ഗ്യാപ്പിലാണ് പ്രൈസ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അല്ലേ. നമ്മൾ വിചാരിച്ച ബുള്ളിഷിലേക്ക് കയറാമെന്ന് വിചാരിച്ച പൊസിഷൻ എന്നാണ് ബ്രിട്ടീഷ് പൗണ്ട് നല്ലൊരു ബിയറിഷ് ക്യാപ്പിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഡേയുടെ ഐഡിയ ഒക്കെ എടുത്തിട്ട് പ്രൈസ് ജസ്റ്റ് റിയാക്ഷൻ എന്നുള്ള ഇവിടെയൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു സ്വിംഗ് ട്രേഡ് തന്നെ നോക്കുക. ഇപ്പോൾ നമുക്ക് 4 അവറിൻ്റെ സ്ട്രക്ചർ നോക്കാം. 4 അവറിൻ്റെ സ്ട്രക്ചറിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് ഇനിയും കയറി തന്നെയാണെങ്കിൽ ഈ ഒരു ഐഡിയ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെല്ലെടുക്കുക. എന്ന് വെച്ചാൽ സെല്ലിലേക്കൊരു പ്രഷർ ഉണ്ട്, അത് പരമാവധി യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതിൻ്റെ ഒരു ഡിസിഷൻ ഹോബിയിൽ വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കതൊക്കെ ഇപ്പോൾ ഏറ്റവും ഗുഡ് സെറ്റപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഐഡിയ എടുത്തിട്ട് റിയാക്ഷൻ വലിയ കാര്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഒരു ഡിസിഷൻ ഹോബി ഉണ്ട്. ആ ഹോബിയിൽ തന്നെയാണെങ്കിൽ ഉറപ്പായിട്ടും താഴേക്ക് നല്ലൊരു പുൾ ബാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അപ്പോൾ ബൈയിലേക്കുള്ള സാധ്യതയും പ്രൈസ് സെല്ലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സെല്ലിലേക്കുള്ള ഓപ്പർച്യൂണിറ്റികളും ഇതേപോലെ യൂസ് ചെയ്യുക. ഇത് നല്ലൊരു എൻട്രി തന്നെയായിരിക്കും. അപ്പോൾ അവിടെ നിന്നൊക്കെ കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം എടുക്കുക. അല്ലാതെ അവിടെ ഒരു പൊസിഷനിൽ പോയി വെറുതെ ട്രേഡ് എടുക്കാനല്ല പറയുന്നത്. നമുക്ക് ആ ഒരു ഹോബി റിയാക്ട് ചെയ്യുമെന്ന് ഉറപ്പായതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ നമുക്ക് നേരെ യൂറോയിസ്റ്റിലേക്ക് വരാം. യൂറോയിസ്റ്റ് മന്ത് നോക്കുമ്പോൾ സെയിം തന്നെയാണ്, ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. നമുക്ക് ഈ വീക്ക് നോക്കി കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ബിയറിഷ് കറൻസികളിലെല്ലാം ഈ വീക്കെൻഡ് ആയിട്ടുണ്ട്. ഡേയിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു POയിലാണ് പ്രൈസ് നിൽക്കുന്നത്. പക്ഷേ പ്രൈസ് ആ ഒരു പൊസിഷനിൽ നിന്ന് നല്ലൊരു പുൾ ബാക്ക് എടുക്കാൻ നോക്കുന്നത്. നല്ലൊരു സിംഗിൾ ട്രേഡ് കിട്ടുന്ന ഒരു പൊസിഷനാണ്. നമുക്കിവിടെ എന്താണുള്ളതെന്ന് ചോദിക്കുക. 4 അവറിലൊക്കെ നല്ലൊരു സിംഗിൾ ക്യാൻഡിലൊക്കെ ഉണ്ട്. പ്രൈസ് ചിലപ്പോൾ കയറി പോരാൻ തന്നെ ആയിരിക്കും സാധ്യത കൂടുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി യൂസ് ചെയ്യുക. അതേപോലെ തന്നെ സെല്ലിലേക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികൾ ഇപ്പോൾ 1 അവറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 1 അവറിൻ്റെ ഇന്ത്യയുടെ സ്ട്രക്ചറേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഹൈക്ക് ഇത് ഐഡിയ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു പൊസിഷനിലൊക്കെ നമുക്ക് ഡിസിഷൻ ഹോബി വരും. ആ പൊസിഷനിലൊക്കെ വരികയാണെങ്കിൽ സെല്ലും കൂടി പരമാവധി നോക്കുക. കറൻസികൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രൈസ് ബുള്ളിഷിലേക്കും ബിയറിഷിലേക്കും പോകുമ്പോൾ 2 സൈഡിലേക്കും ട്രേഡുകൾ എടുക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ബെറ്റർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻസി ഗോൾഡ് പോലെ ഒരേ സൈഡിലേക്ക് ഇങ്ങനെ ലോങ് ടൈം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ബുള്ളിഷിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിലും സെല്ലിലേക്കുള്ള ഓപ്പർച്യൂണിറ്റികളും തന്നുകൊണ്ടിരിക്കും. പക്ഷേ അത് ചെറിയ ചെറിയ ടാർഗറ്റുകൾ വെക്കുന്നതാണ് നല്ലത്. ഏത് സൈഡിലേക്കാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് സിംഗ് ട്രേഡ് എടുക്കാനും ലോങ് ടൈം ഹോൾഡ് ചെയ്യാനൊക്കെ നല്ലതാണ്. ഓപ്പോസിറ്റ് വരുന്ന ട്രേഡുകളെല്ലാം തന്നെ ഷോർട്ട് ടൈം ട്രേഡ്, ഡേ ട്രേഡ് ആക്കുക. അപ്പോൾ നമുക്ക്
ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മന്തിൻ്റെ ഒരു വിക്കോബിയിലാണ് നിൽക്കുന്നത്. ഈ വിക്കോബി അത്ര ഇവിടെ ഈ ഹൈയുടെ ലോ എന്ന് പറയുമ്പോൾ ഈ വിക്കാണ്. പക്ഷേ ഇത് ഒരു വിക്ക് ബ്രേക്കാണ് നടത്തിയിരിക്കുന്നത്, ബോഡി ബ്രേക്കൊന്നും അല്ല നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വലിയ സ്ട്രോങ് ആയിട്ടൊരു പുൾ ബാക്ക് നമുക്ക് തരാത്തത്. പക്ഷേ കറൻസികളെ സംബന്ധിച്ച് അവിടെ നിന്നും വരേണ്ടതാണ്. വീക്കിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഈ ലോയൊക്കെ ഈ ഹൈ ഒക്കെ പ്രൈസ് ഫെയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഡെയിലിലേക്ക് വരാം. എന്താണ് ഡെയിലി സംഭവിച്ചതെന്ന് വെച്ചാൽ, ഡെയിലി ഈ ഒരു ഹോബിയിൽ വന്ന് നിന്നിട്ട് ഈ ഒരു പൊസിഷനിൽ പോകുന്നില്ലല്ലേ, റേഞ്ചിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കണേ. ഈ ഒരു പൊസിഷൻ ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് ഇവിടെ മുതൽ നോക്കേണ്ടി വരും. ഏകദേശം ജാനുവരി 27 മാർച്ച് ആയിട്ട് ആ ഒരു പൊസിഷനിൽ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്, റേഞ്ചിൽ തന്നെ നിൽക്കുന്നത്. പ്രൈസ് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കൂടുതലായിട്ട് ആ ഒരു പൊസിഷനിൽ നിൽക്കണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പ്രൈസ് താഴേക്ക് വരാം. ഈ ഒരു ഹോബിയിലൊക്കെ വന്നെയാണെങ്കിൽ ബൈ നോക്കുക. ഞാൻ പറഞ്ഞില്ല, ഇതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ബൈയിലേക്കും സെല്ലിലേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. രണ്ട് സൈഡിലേക്കും ലോങ് ടൈം ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഷോർട്ട് ടൈം ട്രേഡുകൾ എടുത്തു പോയാലും നല്ല നല്ല പ്രോഫിറ്റ് എടുത്ത് പോകാൻ പറ്റുന്ന ട്രേഡുകളാണ് ഓസ്ട്രേലിയൻ ഡോളറിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീക്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ബാക്കിയുള്ള അപ്ഡേഷനും കാര്യങ്ങളും നമുക്ക് പുറകെ വരുന്നതാണ്. നെക്സ്റ്റ് വീക്കും എല്ലാവരും നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് നല്ലൊരു അനാലിസിസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് നല്ല ട്രേഡുകളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് വീക്കും എല്ലാവരും നല്ല പ്രോഫിറ്റിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.